ഗസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാൻ നീക്കം തുടങ്ങിയ അമേരിക്ക ഒഴിപ്പിക്കുന്നവരെ ആഫ്രിക്കയിലേക്ക് മാറ്റാനാകുമോ എന്ന് 3 രാജ്യങ്ങളുമായി അമേരിക്കയും ഇസ്രായേലും ചർച്ച നടത്തി. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി സുഡാൻ ഭരണകൂടം. സുഡാൻ, സൊമാലിലാൻഡ് രാജ്യങ്ങളുമായാണ് അമേരിക്കയും ഇസ്രായേലും ചർച്ച നടത്തിയത്. ബനീഷ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ബനീഷ, എങ്ങനെയായിരുന്നു ഈ ചർച്ച? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? അരുണ്യ, ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ട്രംപ് നടത്തിയ ഒരു നീക്കം പുറത്തുവരുന്നത്. അതായത് ഗാസയിലെ ജനങ്ങളെ, പലസ്തീനികളായ ജനങ്ങളെ ഗാസയിൽ നിന്നും ഒഴിപ്പിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റാനായി ട്രംപ് ശ്രമിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ ജനങ്ങളെ സമീപ രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള പ്രസ്താവന ഇതിനു മുൻപ് ട്രംപ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ഒരു പരാമർശത്തോട് അതൃപ്തി രേഖപ്പെടുത്തി ജോർദാൻ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സമീപ രാജ്യങ്ങൾക്ക് പകരം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഈ ജനതയെ കുടിയേറ്റാനായി അത്തരത്തിലൊരു നീക്കം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. US-ഉം ഇസ്രയേലും ചേർന്ന് സുഡാൻ, സൊമാലിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചുവെന്ന് ഇപ്പോൾ സുഡാൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ പ്രായോഗിക പ്രശ്നം ചൂണ്ടിക്കാട്ടി പദ്ധതിയെ സുഡാൻ എതിർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് മറ്റൊരു പദ്ധതിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആരുണ്യ, ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്ന നടപടികളുമായുള്ള ചർച്ച നടത്തിയിരിക്കുകയാണ് US. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബനീഷ ബാബു.